നമസ്കാരം. ദ്വിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരുക്കിയത്. ഇതിന്റെ ചിത്രങ്ങളൊക്കെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിലെത്തിയ മോദിക്ക് ഇന്ത്യൻ സമൂഹം ഉജ്ജ്വല സ്വീകരണം നൽകിയിരുന്നു. ഡോളിന്റെയും നൃത്ത ചുവടുകളുടെയും അകമ്പടിയോടെയാണ് ഇന്ത്യൻ സമൂഹം മോദിയെ സ്വീകരിച്ചത്. എന്നാൽ ഇതിനേക്കാളും ഉഗ്രൻ സ്വീകരണമാണ് മോദിക്ക് അമേരിക്കയിൽ ലഭിച്ചത്. ഇതിന്റെ ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഫ്രാൻസിൽ നിന്ന് വാഷിംഗ്ടൺ DC എത്തിയത്. വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പായിരുന്നു ലഭിച്ചത്. വാഷിംഗ്ടണിന് അടുത്തുള്ള ആൻഡ്രൂഡ് എയർഫോഴ്സ് വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രി വിമാനമിറങ്ങിയത്. ഇവിടെ നിന്നും അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരമായ ബ്ലെയർ ഹൗസിലേക്ക് പോയി. മോദിയുടെ സന്ദർശനം അറിഞ്ഞ് നിരവധി ഇന്ത്യക്കാരായിരുന്നു ബ്ലെയർ ഹൗസിന് മുൻപിൽ തടിച്ചുകൂടിയത്. ഇന്ത്യക്കാരെ അദ്ദേഹം അഭിവാദ്യം ചെയ്തു. അവിടെ അല്പനേരം വിശ്രമിച്ചതിനു ശേഷം പ്രധാനമന്ത്രി അമേരിക്കൻ ദേശീയ രഹസ്യാന്വേഷണ വിഭാഗം ഡയറക്ടർ തുളസി ഗബ്ബാറുമായി കൂടിക്കാഴ്ച നടത്തി. ദേശീയ രഹസ്യാന്വേഷണ വിഭാഗം ഡയറക്ടറായി അടുത്തിടെയായിരുന്നു തുളസി ചുമതലയേറ്റത്. ഇതിൽ തുളസിയെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു ഇരുവരും തമ്മിലുള്ള സംഭാഷണം ആരംഭിച്ചത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ദീർഘമായി തുടരുന്ന സൗഹൃദം ഇരുവരും ചേർന്ന് വിലയിരുത്തി. ഈ സൗഹൃദം എല്ലാ കാലത്തും തുടരുമെന്നും ഇരുവരും ഉറപ്പു നൽകി. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം ദൃഢമാക്കുന്നതിന് വേണ്ടിയുള്ള തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിയോടെയാകും പ്രധാനമന്ത്രിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളെയും സംബന്ധിക്കുന്ന നിർണായക വിഷയങ്ങൾ ചർച്ചയാകും. ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം അമേരിക്ക സന്ദർശിക്കുന്ന 3ാമത്തെ ലോക നേതാവാണ് മോദി. വ്യാപാരവും ചുങ്കവുമായിരിക്കും ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുന്ന പ്രധാന വിഷയം. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക വ്യാപാര ചുങ്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് താരിഫിൽ 25% ഇളവും ട്രംപ് നൽകിയിരുന്നു. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി. ഈ സാഹചര്യത്തിലാണ് വ്യാപാരവും ചുങ്കവും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുന്നത്. അനധികൃത കുടിയേറ്റമാകും അടുത്തതായി ഇരുവരും തമ്മിൽ ചർച്ച ചെയ്യുക. അനധികൃതമായി ഇന്ത്യയിൽ കഴിയുന്നവരെ തിരികെ അയക്കുന്ന നടപടികൾ ട്രംപ് തുടരുകയാണ്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഡെസ്ക് തത്തുമൈ TV.